എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസം റിലീസ് ചെയ്ത മൂവീസാണ്. മലയാളത്തിൽ നിന്ന് വന്നിട്ട് ആസിഫ് അലി, ഷർഫുദ്ദീൻ, അമല പോൾ സ്റ്റാർ ചെയ്ത ലെവൽ ക്രോസ് ആണ്. അർഫസ് അയ്യൂബാണ് ഇത് സംവിധാനം ചെയ്തത്. പുള്ളിയുടെ ഫസ്റ്റ് വെഞ്ചറാണ്. അത് പുള്ളിക്കാരൻ സിനിമയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. #01 ടൈറ്റിൽ കാർഡിൽ തന്നെ ഫസ്റ്റ് മൂവിയാണെന്ന് എഴുതി കാണിക്കാനുള്ള കോൺഫിഡൻസ് അത് സമ്മതിച്ചു. പടം പക്ഷെ സ്ലോ പേസ്ഡ് ആണ്. ഭയങ്കര ഒരു പെയിന്റിങ് പോലെയാണ്. നമുക്ക് പ്രത്യേകിച്ചും ഈ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷെ കഥ ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇവന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരൻ ശരിക്കും ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവൻ ദോ അതൊരു സ്ലോ ബേണർ ആണെങ്കിലും ഇതിലൊരു എലമെന്റ് ഓഫ് സസ്പെൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് തൊട്ടേ ഇത് തോന്നുന്നത് എവിടേക്കാ പോകുന്നത്, എവിടേക്ക് എന്താവും, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും നമ്മള്. ട്വിസ്റ്റ് റിവീൽ ചെയ്യണത് അറ്റ് വെരി വെരി എൻഡിലാണ്. അതുവരെ നമ്മൾ ആ ഒരു എന്താ പറയാ മുൾമുനയിൽ നിർത്തുക എന്നൊക്കെ പറയില്ല. പക്ഷെ അത്രയ്ക്ക് ത്രില്ലർ സ്വഭാവം ഇല്ലെങ്കിലും കൈൻഡ് ഓഫ് ഒരു സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട്. പടം വാച്ചബിൾ ആണ്. നല്ലൊരു പരിപാടിയാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് വർക്കായി. അടുത്ത് വന്നിട്ട് നമ്മളെ ധ്യാൻ സിനിമാറ്റിക് യൂണിവേഴ്സിലെ അടുത്ത ബോംബുമായിട്ട് നമ്മുടെ SN സ്വാമി രംഗത്ത് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഈ വയസ്സാം കാലത്ത് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരന് CBI സീരീസ് ഒക്കെ എടുത്ത് ആ ഒരു നെയിം ഉണ്ടല്ലോ, ആ ബ്രാൻഡ്, പുള്ളിക്കാരന് ആ ഒരു പേര് നിലനിർത്തി പോയാൽ മതിയല്ലോ. എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയിട്ട് ഉള്ള പേരും പോയി. ഇപ്പൊ പുള്ളിക്കാരന് ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ധ്യാൻ തന്നെ ഊക്കി വിടുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു, പിന്നെ വരുന്ന വഴി ഏതാണ്ട് മഹാരാഷ്ട്ര കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സെന്ന് പറയാണ്, നേരെ പോകണ്ട, ഇടത്തോട്ട് പോ, ഇടത്തോട്ട് പോ, ഇടത്തോട്ട് പോ. ഞാനത് ഇഗ്നോർ ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ പോയി. പുള്ളിക്കാരൻ എന്തോ റോഡിലൂടെ പോകുമ്പോൾ ഒരു ഗട്ടറിൽ എന്തോ വീണു. അതിന് മുമ്പ് എന്തോ പുള്ളിക്കാരൻ വേറെ വഴി കൂടെ പോകാൻ പുള്ളി തന്നെ മനസ്സിൽ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട ഈ നേരെ തന്നെ പോകും, എന്തിനു വെറുതെ പറഞ്ഞിട്ട് പോയത് കൊണ്ടാണ് ഗട്ടറിൽ വീണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മറ്റേ വഴി എടുത്താണെങ്കിൽ പോലെ പാണ്ടിലോർ ഇടിച്ച് അത്തേനെ. ഇടത്തോട്ട് പോയിരുന്ന ചിലപ്പോൾ തട്ടിപ്പോയാൽ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാരൻ്റെ ഊക്കേ വേറെ. അയ്യോ, ഈ പടം സീക്രട്ടായി വന്നു, സീക്രട്ടായിട്ട് തന്നെ പോവുകയും ചെയ്തു. ധ്യാൻ്റെ കോസ്റ്റാറായിട്ട് വന്നത് അപർണ ദാസ്. പുള്ളിക്കാരത്തി വലിയ കാര്യമൊന്നുമില്ല. പിന്നെ മണിക്കുട്ടനാണ് പുള്ളിക്കാരൻ. എന്തിനാണ് ഈ പടത്തിലെന്ന് പുള്ളിക്കാരനെ അറിയില്ല. പിന്നെ രഞ്ജിത്തും രഞ്ജി പണിക്കരൊക്കെ ഉണ്ട്. അവര് ഒരുമാതിരി വിറപ്പിക്കൽ, ഒരു എന്താ പറയാ തന്ത വൈബ് ക്യാരക്ടറാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്ത് വിടുന്നതാണ് അവരുടെ പ്രധാന ജോലി. പിന്നെ ഒരുത്തണ്ട് ജേക്കബ് ഗിർഗിറി പറഞ്ഞിട്ട്, മറ്റേ ABCDയിലൊക്കെ ദുൽഖറിന്റെ കൂടെ ഉള്ള, അതന്നെ ഇപ്പൊ ധ്യാന്റെ കൂടെ ഇവനുണ്ട്. അന്യായ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അവനെ കൈകിട്ടേ നോക്കാം, ആ ഒരു മോഡാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളെ മറിമായൻ ടീം ഇറക്കിയ പഞ്ചായത്ത് ജട്ടി. അത് ജട്ടി പോലെ പൊട്ടി. അടുത്ത് വന്നിട്ട് നമ്മുടെ ഇടിയും ചന്തു, വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച പടമാണ്. ശ്രീജിത്ത് വിജയനാണ് സംവിധാനം ചെയ്തത്. പക്ഷെ പടം പറഞ്ഞ എട്ടുനാലി പൊട്ടും മാത്രമല്ല, ഒരുമാതിരി മറ്റേ അടുത്ത പരിപാടി കാണിച്ചു എന്നാണ് എല്ലാ റിവ്യൂസും പറഞ്ഞത്. കാരണം അമ്മാരി അസഹനീയം, ക്ലൈമാക്സ് ഒക്കെ ജാതി ദുരന്തം, ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് ആണ് ഇവർ പടച്ചു വെച്ചിരിക്കുന്നത്. യുദ്ധമൊക്കെ ഉണ്ട്, അമ്മുവിലും ബാറ്റും ടാങ്കും പണ്ടാരം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവര്. അങ്ങനെ വെറുപ്പിച്ച് കൈത്തന്നൊരു പടമാണ് ഇടിയൻ ചന്തു. അതായത് സുരാജ് നായകനായി എത്തിയ ഒരു വെബ് സീരീസ് ആണ് നാഗേന്ദ്രൻ ഹണിമൂൺ. അത് അത്യാവശ്യം മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. രഞ്ജി പണിക്കറിന്റെ മകൻ നിതിൻ രഞ്ജി പണിക്കരാണ് ഇത് സംവിധാനം ചെയ്തത്. സുരാജിനെ കൂടാതെ കനീക് സുറബി, യാദാമേനൻ, നിരഞ്ജന അനൂപ്, അങ്ങനെ കുറെ കാസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇതിന് ഭയങ്കര മിക്സഡ് ഒപ്പീനിയൻ. അതായത് ഭയങ്കര ലാഗ്, ട്രാക്ക്, റിപ്പീറ്റഡ് കാണിച്ച കാര്യം തന്നെ നമുക്ക് ഇതൊക്കെ അറിയുന്ന, കണ്ട് മടുത്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്ന ആക്ച്വലി ക്ലീഷേ പരിപാടി ഉണ്ട്. തന്നെയാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഓളുണ്ടാക്കിയില്ല. അടുത്തതുകൊണ്ട് വീണ്ടും നമ്മുടെ ധ്യാൻ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് അടുത്ത ബോംബുമായിട്ട് ധ്യാനെത്തി പാർട്ട്നേഴ്സിലൂടെ. ഇത്തവണ നമ്മുടെ നവീൻ ജോണിനെയാണ് പിടിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. ഇതിൽ ധ്യാനും ഷാജോണും ഉണ്ട്. സ്റ്റോറി വന്നിട്ടൊന്നുമല്ല, ഒരു ബാങ്ക് സ്കാമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ പടവേ സ്കാമാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഏരിയയിൽ, ആർട്ടിഫിഷ്യൽ ബാങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ജോലി ചെയ്യുന്നു ധ്യാനും. അവിടെ സ്വർണ്ണമൊക്കെ പൈനാപ്പിൾ ജ്യൂസൊക്കെ ആക്കിയിട്ടൊക്കെയാണ് ഒരു പരിപാടിയൊക്കെ നടത്തുന്നത്. വേറെ ലെവൽ സ്കാമാണ്. സ്കാം 92 ഒന്നും ഒന്നല്ല അതിന് മുമ്പിൽ.
പിന്നെ തമിഴിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ധനുഷിന്റെ വെഞ്ചർ, അതായത് ധനുഷിന്റെ ഫസ്റ്റ് ഡയറക്ഷനിൽ വന്ന D50 റായൻ, ധനുഷ് ഡയറക്ട് ചെയ്ത മൂവിയാണ്. SJ സൂര്യ, പ്രകാശ് രാജ്, അത് തുഷാര വിജയൻ, അപർണ ബാലമുരളി, കാസ്റ്റ് ഒരുപാടുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇത് പടം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഡയറക്ഷൻ പറഞ്ഞാൽ എക്സലന്റ് പാർ ക്വാളിറ്റിയിലാണ് ധനുഷ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ അതിന്റെ സ്റ്റോറിയാണ്. പുള്ളിക്കാരൻ രാമായണത്തിന് ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ കാണിക്കാൻ നോക്കി. അതായത് രാവണന് കുറച്ചും കൂടെ ലൈക്ക് ഗുഡ് ക്വാളിറ്റീസും രാമൻ ഇത്തിരി ഒരു ഫിക്സഡ് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയാണ് രാവണൻ രാവണൻ ജയിക്കുന്ന ആ കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് പുള്ളിക്കാരൻ പിടിച്ചിരിക്കുന്നത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഹൈ ഉണ്ടല്ലോ, നമുക്ക് ക്ലൈമാക്സ് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഇവർ എന്താ ചെയ്യണമെന്ന് തോന്നിപ്പോകും. കാരണം ആ ഒരു ഹീറോ വില്ലൻ ആ ഒരു ക്ലാഷ് ഉണ്ട് അവസാനം. പ്രകാശ് രാജ് ഇവര് രണ്ടും രണ്ട് എന്താ പറയാ, സൂര്യ അറിയാലോ, ഒരു ഗുണ്ട ആ ഒരു ടൈപ്പ് സെറ്റപ്പാണ്. ധനുഷ് അവിടെ സാധാരണ പോലെ ജീവിക്കുന്നതാണ്. ഇവര് തമ്മിലുള്ള പ്രശ്നം, ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ കുറെ സംഭവം പരിപാടികളുണ്ട്. അപ്പൊ പ്രകാശ് രാജ് ഇത് തീർപ്പാക്കിയിട്ട് സംഭവം ഇവന്റെ ഉള്ളിൽ അപ്പോഴും ആ ഒരു പ്രശ്നം ഉണ്ട്. എന്നിട്ടും ഇവര് ഒരു പാട്ടിന് ഇരുന്ന് ഒരുമിച്ച് അങ്ങോട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അവസാനം ആ ഒരു സംഗതിയൊക്കെ വരുമ്പോഴായിരുന്നു ഒന്ന് ഡൗൺ ആയത്. ബട്ട് സ്റ്റിൽ അതിനൊരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഒരു കൈൻഡ് ഓഫ് എബോവ് ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള അപർണ ബാലമുരളി ചെയ്ത ക്യാരക്ടർ ഉണ്ട്. ആ പുള്ളിക്കാരത്തിൻ്റെ വെറുപ്പിക്കൽ അന്യായമാണ്. പുള്ളിക്കാരത്തി എപ്പോൾ സ്ക്രീനിൽ വന്നാൽ എനിക്കൊരുമാതിരി ഫീൽ ചെയ്യും. പിന്നെ ക്ലൈമാക്സ് പറയണ്ട, അയ്യോ ജാതി ദുരന്തം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി ഗ്രിപ്പിംഗ് ആക്കിയാണെങ്കിൽ പടം വേറെ ലെവലായിരുന്നു. അടുത്ത് വന്നിട്ട് പിന്നെ പറയണ്ട, ഞാൻ കൂടുതൽ പറഞ്ഞ് സീനാവും. അപ്പോൾ നമ്മുടെ ശങ്കർ കണ്ണൻ താത്തനെ ഇറക്കിയിട്ട് കൂന്ത് വിളയാടിയ മാസമായിരുന്നു ജൂലൈ. കൂടുതൽ പറയണ്ടല്ലോ, എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാനൊരു 3 പാർട്ട് സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഐ മീൻ ഈ പടത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്, എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ താഴെയാണെങ്കിൽ ലിങ്ക് കൊടുക്കാം, വേണ്ടവർ കണ്ടു. സോ ഇതാണ് ജൂലൈ മാസത്തിലെ ഫിലിം അനാലിസിസ്. ഓഗസ്റ്റ് മാസത്തിലെ മൂവീസ് നോക്കാം. അതിലാദ്യമായിട്ട് ബിജു കുറുപ്പും സായികുമാറും അഭിനയിച്ച മൂവിയാണ് ഭരതനാട്യം. അത്യാവശ്യം ഒരു കോമി എങ്ങനെയെന്ന് പറയാൻ ബാലേട്ടൻ്റെ ഒരു സ്പൂഫ് അത് അവരായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സട്ടിലായിട്ട് പറഞ്ഞു പോകണം. അതായത് അത്ര ഹെവി ആയിട്ടുള്ള ഒരു ഇമോഷണൽ സീനിനെ കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു കോമിക് രീതിയിൽ അവതരിപ്പിച്ച് അത്യാവശ്യം വർക്കാക്കി എടുത്തൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണദാസ് മുരളിയാണ്. അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് ടൈപ്പ് എന്നാൽ അത്യാവശ്യം കോമഡി സെന്റിമെന്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജോണർ പഠിച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഓക്കെ. അടുത്ത് നമ്മുടെ ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ വന്ന ഹണ്ടാണ്. ഇതില് ലീഡായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഭാവനയാണ്. ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ത്രില്ലർ മോഡിൽ എടുത്ത പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിൽ പോണ പടമാണെങ്കിലും ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കിയ ഷാജി കൈലാസിന്റെ അടുത്ത ദുരന്തം. അടുത്ത് വന്നിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണനും അഭിനയിച്ച താനാരാന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കട. ആ താനാരയല്ല ഈ താനാര, ഇത് ഏതോ ഒരു താനാര. എന്തായാലും പടം വന്നതും പോയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അടുത്ത് വന്നിട്ട് മഞ്ജു വാര്യർ ലീഡ് റോളിലെത്തിയ ഒരു മൂവിയാണ് ഫുട്ടേജ്. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ചാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. അതായത് ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ സി യു സൂണിൽ കണ്ട പോലെ മൊബൈൽ ക്യാമിൽ തന്നെയാണ് എൻറ്റയർലി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് സ്മാർട്ട് ഫോൺ കണ്ണിലൂടെ സിനിമ ഒരു ഡിഫറെൻറ്റ് ടേക്കാണ്. ഇപ്പോൾ വളരെ റയർ ആയിട്ടാണ് ഇങ്ങനത്തെ മൂവീസ്. സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ പടം കയറിപ്പോയെന്ന് ചോദിച്ചാൽ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അടുത്ത് വന്നിട്ട് നമ്മുടെ VK പ്രകാശ് ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് പാലും പഴവും. അതിൽ ഫീൽഡ് ഔട്ട് ആയിരുന്ന മീന ജാസ്മിനെ വീണ്ടും വിളിച്ചു വരുത്തി ഫീൽഡ് ഔട്ട് ആക്കി വിട്ടു നമ്മുടെ VK പ്രകാശ്. പടം പറഞ്ഞ അറുബോറ് പടമാണ്. അതായത് റോസ്റ്റബിൾ കണ്ടന്റ് ഉള്ള മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലെറ്റ്സ് സീ, നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്യാം. അടുത്ത് വന്നിട്ട് നമ്മുടെ ബേസിൽ ജോസഫും ഗ്രേസ് ആൻ്റണിയും ലീഡായിട്ട് എത്തിയ മൂവിയാണ് നോണക്കുഴി. ജീതു ജോസഫാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അറിയാലോ, മിനിമം ഗ്യാരണ്ടി ഉള്ള എല്ലാവരും ഉണ്ട്. ജീതു ആയാലും ബേസിലായാലും ഗ്രേസ് ആയാലും എല്ലാവരും അത്യാവശ്യം
അതിൻ്റെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇതിൽ പോരാത്തതിന് ബൈജു ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, അങ്ങനെ മനോജ് കെ ജി, ഒത്തിരി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും കഥ ഡ്രാഗ് ചെയ്താലും ഇതിൻ്റെ പെർഫോമൻസും ഉണ്ട്, ഒരുവിധം ബോറടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കഥ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതായത് ഒരു നൈറ്റിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ബേസ്ഡ് ആണ് ഇതിൻ്റെ പ്ലോട്ട് പോകുന്നത്. പിന്നെ ഇതിൽ അറിയാലോ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രാമ ആണ് ജിതു പിടിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കത് കുഴപ്പമില്ല. അതായത് ഒരു ഫീൽ ഗുഡായിട്ട് അങ്ങനെ സ്മൂത്തായിട്ട് കണ്ടുപോകാന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ജിതു ജോസഫ് എൻ്റെ അറിയാലോ ഡയറക്ഷൻ മികവ് അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. പറ്റിയ അടുത്താണ് ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് മൂവി വാഴ എത്തിയത്. എല്ലാം അറിയാലോ, എല്ലാം പുതിയ ആൾക്കാരാണ്. സാബു, ജിജു സണ്ണി, അനുരാഗ് ഗോപി, ആഷർ, ലൈക്ക് എല്ലാ സോഷ്യൽ മീഡിയ താരങ്ങളും ഉണ്ട്. പിന്നെ ഇവന്റെ അച്ഛന്മാരായിട്ട് എത്തിയ നോബി, അസീസ്, കോട്ടയം നസീർ, ജഗദീഷ്, ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ കാസ്റ്റ്. ഇവര് 2 ജനറേഷൻ കൃത്യമായിട്ട് ഇവര് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒന്നും എക്സ്ട്രാ ആയിട്ടും തോന്നിയിട്ടില്ല, എന്നാൽ അണ്ടർ പ്ലേ ആയിട്ടും പോയിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ബാലൻസ് ആയിരുന്നു, നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബേസിലിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു പോലീസുകാരനായിട്ട്. അപ്പോൾ പടം വർക്കൗട്ടായി, ഹിറ്റടിച്ച്. ആനന്ദ് മേനോനാണ് ഇതിൻ്റെ ഡയറക്ഷൻ. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ. ഒരു 9 എപ്പിസോഡുണ്ട്. അപ്പോൾ നെറേറ്റ് ചെയ്തു പോകുന്നത് കമലഹാസനാണ്. പിന്നെ അതിൽ അഭിനയിച്ച മോഹൻലാലിൻ്റെ സീരീസ് ഉണ്ട്, മമ്മൂട്ടിൻ്റെ ഉണ്ട്. മെയിനായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പഴയ MTയുടെ സ്ക്രിപ്റ്റൊക്കെ വെച്ചിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്ലോ പേസിൽ പോണ സീരീസാണ്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളെ ധ്യാൻ ശ്രീനിവാസൻ, ധ്യാൻ സിനിമാറ്റിക് യൂണിവേഴ്സ് DCUവിൽ അടുത്ത ഫിലിം ആഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ സിന്ദഗി. ഇതിൽ വന്നിട്ട് ധ്യാനും മുകേഷ്, കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ എല്ലാവരും ഉണ്ട്. പക്ഷേ പടം 8 നിലയിൽ പൊട്ടി ആസ് യൂഷ്വൽ. ഇതിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് വിൻറ്റേജ് ആണ്. അടുത്ത് വന്നിട്ട് നമ്മുടെ ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും തകർത്ത് അഭിനയിച്ച മൂവിയാണ് അഡിയോസ് അമിഗോസ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നഹാസ് നാസറാണ്. പടം വന്നിട്ടൊരു സ്ലോ പേസ്ഡ് ആയിട്ട് തുടങ്ങി ഇങ്ങനെ ഹൈ ആയി പോണ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് മൂവിയാണ്. അതായത് ഒരു ട്രാവലാണ് മെയിൻലി ഒരു ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാവൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സുരാജും ആസിഫും കണ്ടുമുട്ടാണ്. അതായത് ഇവർ സ്ട്രേഞ്ചേഴ്സാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടുമുട്ടണു. വെള്ളമോടിക്കാരനായ ആസിഫും കൈൻഡ് ഓഫ് വെള്ളോടി എന്ന പ്രാരാബ്ദം മൂത്ത് പ്രാന്തായി നിൽക്കുന്ന സുരാജും, ഇവർ രണ്ടും തമ്മിലുള്ള മീറ്റിംഗ്. ആസിഫിന് അത്യാവശ്യം പണക്കാരൻ്റെ ഇതാണ്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കി തരാനുള്ള ശ്രമമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ഭയങ്കര ലെങ്ത് കൂടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ഡിമാൻഡ്. പക്ഷെ ഇത്രയ്ക്കും നീട്ടി വലിക്കണമെന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പല ഇൻസിഡൻസ് ഒക്കെ അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ഇത്തിരി ഒന്ന് ട്രിം ഡൗൺ ചെയ്താണെങ്കിൽ ഇത് അടിപൊളി മൂവി ആയിട്ട് വരാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ അതിൽ അൽത്താഫിൻ്റെയൊക്കെ ചെറിയ ക്യാമിയൊക്കെ ഉണ്ട്. അവർ സുരാജിൻ ഒരു ഫ്ലാറ്റിലൊക്കെ ഉള്ളൊരു കോമഡി സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അല്ലെങ്കിൽ ഇത് ലീസ്റ്റാണ്, അനൂപ് മേനോൻ അഭിനയിച്ച ചെക്ക്മേറ്റ്. ഒരു നാഷണൽ അക്കൗട്ട് ഇൻ്റർനാഷണൽ USA കഥയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ആരും കണ്ടില്ല എന്ന് മാത്രമല്ല, കണ്ടവരൊക്കെ അസഹനീയം പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് നിലവിളിച്ചിറങ്ങി ഓടി എന്നാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ജാതി ദുരന്തമായിട്ട് ഓഗസ്റ്റ് മാസം അവസാനിച്ചിരിക്കുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്.